ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻസിബിയെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള വലിയ ആൾക്കാരൊന്നും രംഗത്ത് വന്നിട്ടില്ലായിരുന്നു. കുറേ നാളായിട്ട് നോക്കി ഇതിൻ്റെ സംഭവങ്ങൾ നടപ്പുണ്ടായിരുന്നു. പക്ഷേ അമ്മയിൽ നിന്ന് ഭയങ്കര ഏതെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇതേക്ക് എൻസിബിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻസിബി ചെയ്തത് ശരിയാന്നുള്ള രീതിയിലൊന്നും ഭയങ്കരമുള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആസിഫ് അലി അടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആസിഫ് അലി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് കണക്ക് സാധാരണ രീതിയിൽ അമ്മയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അമ്മയെ തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സംഘടനയൊക്കെ അവിടെ തന്നെ ഉണ്ട്. സോ അവിടെ തന്നെ തീർക്കാനാണ് എനിക്കും ആഗ്രഹം. അതിൻ്റെ വെളിയിൽ പോകാനുണ്ടെങ്കിൽ എനിക്കും ആഗ്രഹിക്കത്തില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനത്തെ ഉള്ളൊരു സംഘടന ഉണ്ടായിട്ട് പോലും അൻസിബ ഉണ്ടെങ്കിൽ വെളിയിൽ പോയി ഇതേണക്കുള്ള ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അൻസിബയ്ക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വെളിയിൽ പോയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിനെതിരെയുള്ള നടപടികളെല്ലാം കാര്യങ്ങളും ചെയ്യാമെന്നായിരുന്നു ആസിഫ് അലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ആസിഫ് അലി ഉണ്ടെങ്കിൽ ഇപ്പോൾ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ആർക്കായിരുന്നാലും തീർച്ചയായിട്ടും മനസ്സിൽ അൻസിബ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്താണ് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇതേപോലുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അൻസിബയ്ക്ക് നേരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെളിയിൽ വരികയും അതോടെ തന്നെ സത്യം എന്തെന്ന് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ ഇതിനെല്ലാം കൂടാതെ കാര്യങ്ങളൊക്കെ നടത്തിയ ആൾക്കാരുണ്ടെങ്കിൽ എന്തായിരുന്നാലും പണി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും.